ഒരിക്കൽ ഇപ്പോൾ ഉമ്മിച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പാടിയേക്കുന്ന പാട്ടുകളിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോങ് ഉണ്ടാവില്ലേ? വാപ്പയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ട് പ്രണയത്തിൽ താജ്മഹൽ, എൻ്റെ പ്രണയത്തിൽ താജ്മഹൽ. അത് നല്ലൊരു പാട്ട് തന്നെയാണ്. പിന്നെ വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ എല്ലാം ഒരാളുടെ ഒന്നും പറയാൻ പറ്റൂല. ഗോപി സുന്ദറിൻ്റെ ആയാലും ബിജിപാലിൻ്റെ ആയാലും അഫ്സൽ യൂസഫിൻ്റെ പിന്നെ അതുപോലെ പിന്നെ വിനു തോമസിൻ്റെ ദൃശ്യത്തിലെ പാട്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടർമാർ അല്ലെങ്കിൽ പാടാനുള്ള ഒരു ഭാഗ്യം അവന് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ. അപ്പോൾ നജിംക, ഇനി ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു പാട്ട് പാടിയത് സ്റ്റേജിലും ആ പാട്ടാണ് പാടിയത്. ശരിക്കും ഉമ്മയും ഒക്കെ വാപ്പൊക്കെ വീട്ടിലെപ്പോഴും പാട്ടാണ്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് നമ്മൾ വളരണത്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വളരെ ചെറുതിൽ ഒരു പാട്ട് പാടി. അക്ഷരങ്ങളൊന്നും വ്യക്തമല്ലാതെ. അതെങ്ങനെയായിരുന്നു? മാമലകൾക്ക് അപ്പുറത്തുനിന്നുള്ള പാട്ടാണ്. ആ പാട്ട് ഞാൻ പാടി. പാട്ട് നീ പാടിക്കൊടുത്തു. അതിന് പോകാൻ പാട് മാമ കപ്പ കപ്പാന്ന് കൊച്ചിലെ ആളുടെ ചെറുതിൽ എങ്ങനെ പാടും. അത് നമ്മൾ എപ്പോഴും കൂടെ ഇരുന്ന് പറഞ്ഞ് കളിയാക്കും. മാമ കപ്പ കപ്പ ഇങ്ങനെ പാടുമായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. അതൊന്ന് പാട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും പുഴകളും കനക നിലാവത്ത് കൈകൊട്ടിക്കളിക്കണ നാടുണ്ട്, കൈകൊട്ടിക്കളിക്കണ നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി അത് പണ്ടത്തെ പോലെ പാടുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ചേച്ചിക്ക് നജിമിക്കയുടെ പാട്ടാണോ അതോ ഉമ്മിച്ചിയുടെ പാട്ടാണോ ഏറ്റവും ഇഷ്ടം? അതൊരു വല്ലാത്ത ചോദ്യം തന്നെ അല്ലേ മോളെ? രണ്ടുപേരുടെയും പാട്ട് ഇഷ്ടമാണ്. എന്നാലും രണ്ടുപേരുടെയും രണ്ട് രീതിക്കാണ് ഇഷ്ടം. ഉമ്മച്ചിയുടെ വെച്ചാൽ പഴയ രീതിയിലുള്ള പാട്ടുകൾ, ഉമ്മച്ചി പുതിയ രീതിയിൽ പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇക്കയുടെന്ന് വെച്ചാൽ നല്ല മെലഡി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു രീതി. അങ്ങനെ ചേച്ചി പാട്ടൊക്കെ പാടോ? ഞാൻ പാട്ട് പാടത്തില്ല. പാട്ട് പാടും. അപ്പൊ നജീമൊക്കെ നേരത്തെ പറഞ്ഞു ഒരു കള്ളിയാണ് കേട്ടാ, പാട്ട് പാടും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടുപേരി പാട്ട്. ഈ പെരുന്നാളൊക്കെ അല്ലേ? എനിക്ക് പനിയാ. ഒരു പനിയില്ല, രണ്ടുപേരി. ഷൂട്ട് ചെയ്യും. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ, മുത്ത് മുത്ത് ആസൈ മുടിந்து விட்ட ஆசை, வெண்ணிலவு தொட்டு வெண்ணிலவு தொட்டு வெண்ணிலவு தொட்டு முத்தமிடாசை முத்தமிடாசை, என்னை இந்த பூமி சுத்தி வர ஆசை, சின்ன சின்ன ஆசை. ഓക്കെ അല്ലേ? അതിങ്ങനെ പറഞ്ഞു കൊടുത്താലേ പാടുള്ളൂ. അതെ. അപ്പൊ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഈ പാട്ട് പാടിക്കൊടുത്തിരുന്നു വെച്ചേ? പാട്ടൊന്നും പാടിയിട്ടില്ല. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ലേ ഇടക്കിടക്ക്. എനിക്ക് പാട്ട് ഇങ്ങനെ പാടൊന്നും അറിയത്തില്ല. നജിമിക്കാണ് പെണ്ണ് കാണാൻ സമയത്ത് അങ്ങോട്ട് പാടി കൊടുത്തത്. ഞാൻ പിന്നെ അന്നോട്ട് തുടങ്ങിയാണ് പാട്ട്. ഭയങ്കര പാട്ടാണ് ഇത്. ഞങ്ങളൊരു UK ഒരു ഷോയ്ക്ക് പോയ സമയത്ത് ഇവളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവിടുത്തെ ഇങ്ങനെ നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഇവളുടെ ഇങ്ങനെ ഓരോ ഇവിടെ നിന്ന് സംഗീതം ഒഴുകി വരുക അറിയില്ല. അപ്പൊ നമുക്ക് ഭയങ്കര പാട്ട്. എന്തായാലും വീട് മൊത്തം ഇപ്പൊ ഫുൾ ടൈം പാട്ടായിരിക്കും അല്ലേ? പാട്ട് കംപ്ലീറ്റ് ആണ്. ഉമ്മച്ചി, ഈ പഴയ പെരുന്നാളും പുതിയ പെരുന്നാളും
പറ്റിയൊന്ന് പറഞ്ഞുതരും. പഴയ പെരുന്നാളാണെന്ന് തോന്നുന്നു. ഇവർക്ക് കുറച്ചുകൂടെ ആ ഒരു ഇത് തോന്നിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലായിരിക്കും. അന്ന് ഇവരുടെ മോളിൽ 2 കുട്ടികളുണ്ട്. അവരും കൊച്ചു പിള്ളേരല്ലേ. ഇന്നിപ്പോൾ അവരൊക്കെ അങ്ങ് വലുതായി. ഒരാൾ ഇവിടെ താമരക്കുളത്ത്, അവൻ ഡോക്ടറാണ്. രണ്ടാമത്തവൻ അവൻ ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉള്ളൊരിത് വന്നു. പണ്ട് അങ്ങനെയല്ല. ഇവരെല്ലാം ഒരുമിച്ച് പെരുന്നാൾ കോടിയെല്ലാം ഇട്ട് എപ്പോഴും ഡ്രസ്സ് എടുത്താലും ഈ പെരുന്നാളിനെടുക്കുന്ന ഡ്രസ്സിന് ഒരു മാറ്റ് കൂടുതലല്ലേ. അങ്ങനെ എല്ലാം ഒരുമിച്ചിട്ട് രാവിലെ ഒരു പള്ളിയിലെല്ലാം പോയിട്ട് വരുമ്പോൾ അന്നത്തെ ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ടോയെന്ന് എനിക്ക് തോന്നില്ല. സന്തോഷം തന്നെയാണ് എല്ലാവരും ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഒരുമിച്ച് ഒത്തുകൂടുന്ന സമയം വരുന്നില്ല. നജീമൊക്കെ കുഞ്ഞിലെ ഈ നോയമ്പൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? അതൊരു കഥയാണ്. ഫസ്റ്റ് നോയമ്പ് ഞാൻ അത് കുഞ്ഞുനാളെന്നല്ല, വലുതായപ്പോഴും കള്ളനോമ്പ് എടുക്കും. അല്ല, കള്ളനോമ്പ് എന്ന് വെച്ചാൽ നോമ്പ് മുറിക്കുക അങ്ങനല്ല. കള്ളനാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. വളരെ ചെറുതിൽ എനിക്ക് തോന്നുന്നു ഒരു 3ാം സ്റ്റാൻഡേർഡിലോ 4ലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അന്ന് ഇതുപോലെ ഫസ്റ്റ് നോയമ്പാണ്. നമ്മളൊക്കെ എടുക്കണം കണ്ടിട്ട് എനിക്ക് നോയമ്പ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നോയമ്പെടുത്തു. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മുഴുവൻ ഓട്ടം തുടങ്ങി. നോമ്പിന്റെ സമയത്താണ് ഞാൻ എല്ലാവരും ഇങ്ങനെ അങ്ങനെ അവിടെ മുഴുവൻ ഇടുന്ന് ഓടിയാണ്. എനിക്ക് തോന്നുന്നത് 3 ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഭയങ്കര പ്രശ്നമായി. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കാര്യം നോക്കണ്ട, നോമ്പ് മുറിക്കും. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ എന്നെ കൊണ്ട് നാരങ്ങളുള്ള എല്ലാം പെട്ടെന്ന് പിഴിഞ്ഞെടുത്ത് പെട്ടെന്ന് അങ്ങ് കുടിച്ച്. ഭയങ്കര ഒരു വിഷമം ഇങ്ങനെ മുറിക്കുക അതൊരു ഇതല്ലേ. ഫസ്റ്റ് നോയമ്പാണ് ഇടയ്ക്ക് വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാ നോയമ്പുകളെല്ലാം എടുക്കും. ഇപ്പം പിന്നെ മോള് പറഞ്ഞ കണക്ക് ചില ദിവസങ്ങളിൽ റെക്കോർഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് പാട്ടും കാര്യങ്ങളല്ലേ. ശരിക്കും റെക്കോർഡിംഗ് ഉള്ള സമയത്ത് ഈ വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയി എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പാട്ടിന് കാരണം എല്ലാവരും ദൂരം നിന്നൊക്കെ വരുന്നവരല്ലേ. അപ്പം അന്നേരം നമ്മളിങ്ങനെ മാക്സിമം പെർഫെക്ഷൻ കൊടുക്കണം. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ദിവസം നോമ്പെടുത്ത് വീട്ടാലോ, കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി വലിയൊരു കുക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നജീമൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു അത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ ഫേവറേറ്റ് ഇപ്പം എന്താണ് ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഫുഡ്? അങ്ങനെ ഇക്കയ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് അതിപ്പം നമ്മുടെ സാധാ ചോറ്, മീൻകറി, അങ്ങനെ മെയിനായിട്ടും മീൻകറി, നാടനായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്നാലും ചിക്കൻ ബിരിയാണി, ബീഫ് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല. അതാണ് മെയിൻ രഹസ്യം, ശരീരത്തിന്റെ രഹസ്യം അതാ. നജീമയ്ക്ക് നമ്മുടെ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? അവളുണ്ടാക്കുന്ന ഫുഡിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഈ ഫ്രൈഡ് റൈസ് ഒക്കെ നന്നായിട്ടുണ്ടാക്കും. പിന്നെ മീൻകറി, നല്ല മീൻകറി, നല്ല മുളവിട്ട മീൻകറി ഉണ്ടാക്കും. മൊത്തത്തിൽ നല്ല കുക്കാണ് കേട്ടോ. കാരണം ബേസിക്കലി ഉമ്മച്ചി പിന്നെ പണ്ടോട്ടെ മേഡം മട്ടൻ കറിയൊക്കെ നല്ലതാണ്. ഇനി വാപ്പിച്ചിയുടെ കാര്യം, വാപ്പിച്ചിനെ കണ്ടില്ല. വാപ്പിച്ചി അതെ വരാൻ പറ്റും, ഞാൻ പറഞ്ഞില്ല. അത് അവിടെയും പെരുന്നാളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു അടിച്ചുപൊളി പാട്ടോടെ തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പം റംസാൻ ആയതുകൊണ്ട് അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വാപ്പ മ്യൂസിക് ചെയ്ത് പണ്ട് കുറേ പാട്ടിങ്ങനെ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പാട്ട് റംസാനെ കുറിച്ചുള്ളൊരു പാട്ട് പാടി പിന്നെ എല്ലാ പ്രേക്ഷകർക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നന്മ നിറഞ്ഞ ഒരു റംസാൻ ഹൃദയത്തിൽ നിന്നും ആശംസിക്കുന്നു. ഈദുൽ ഫിത്തർ എന്ന സുദിനം ലോക മുസ്ലിം ജനതകൾക്കൊന്നായി ആഘോഷിക്കും മഹാദിനം. ഈദുൽ ഫിത്തർ എന്ന സുദിനം ലോക മുസ്ലിം ജനതകളൊന്നായി ആഘോഷിക്കും മഹാദിനം. ശവ്വാൽ പിറന്നു, തക്ബീർ മുഴങ്ങി, ദുനിയാവുണർന്നു. ശവ്വാൽ പിറന്നു, തക്ബീർ മുഴങ്ങി, ദുനിയാവുണർന്നു.